തൃശൂർ ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് മാസങ്ങളായെന്ന് നാട്ടുകാർ. എടത്തുരുത്തി 10-ാം വാർഡ് നേതാജി റോഡ് പരിസരത്തെ വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിലച്ചിരിക്കുന്നത്. പലതവണ പരാതിപ്പെട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല എന്നാണ് പരാതി. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഈ മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ചന്ദ്രപിന്നിയിൽ ദേശീയപാതയോരത്ത് 200 MA വിതരണ പൈപ്പ് പൊട്ടിയതാണ് ഈ മേഖലയിലെ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. 5 മാസം മുമ്പ് പൊട്ടിയ പൈപ്പ് 2 തവണ കരാറുകാർ എത്തി ചോർച്ച അടച്ചിരുന്നു. എന്നാൽ വെള്ളം പമ്പ് ചെയ്യുന്നതോടെ വീണ്ടും പൈപ്പ് പൊട്ടും. ഇതോടെ പ്രദേശത്ത് 60ഓളം വീടുകളിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. കുടിവെള്ളമില്ലാതായതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. 5 മാസം പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 5-5.5 മാസത്തോളം ഇവിടെ വെള്ളം ഇല്ലാണ്ടിരിക്കുന്നു. ഞങ്ങള് ഈ വോട്ടെടുപ്പായിട്ട് എല്ലാവരും വന്നിരുന്നു, എല്ലാ പാർട്ടിക്കാരും വന്നിരുന്നു. എല്ലാ പാർട്ടിക്കാരോടും ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞൊരു വിഷയമാണ് ഇപ്പോൾ വരാൻ പോണത്. അതിനൊരു തുള്ളി വെള്ളമില്ല. ഞങ്ങളതുകൊണ്ട് ഇവിടുന്ന് കുറേ വീട്ടുകാർ വോട്ടും ചെയ്തിട്ടില്ല. പ്രാവശ്യം വോട്ടൊക്കെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിഷുവിൻ്റെ മുന്നായിട്ടെങ്കിലും കുടിവെള്ളം എത്തിക്കാനായിട്ട് നോക്കുക. പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ ദേശീയപാതയോരത്തെടുത്ത കുഴി ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കാനയിലേക്ക് ഒഴുകി പാഴായി പോകുന്നുവെന്നും ഇവർ പറയുന്നു. MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചെങ്കിലും വേണ്ടവിധം പരിഗണിച്ചില്ലെന്ന് വാർഡ് മെമ്പർ ഉമറുൽ ഫറൂഖ് പറഞ്ഞു. പല വട്ടം എയിനോടും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഡിവിഷനിലേക്കൊക്കെ ഒരുപാട് തവണ പരാതി പറയുകയും ഫോൺ ചെയ്ത് അവരെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1-2 തവണ അവർ നന്നാക്കാൻ വന്നിരുന്നു, പക്ഷെ അതൊന്നും ശരിയായിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മുടെ ഈ പ്രത്യേകിച്ച് എൻ്റെ വാർഡിലെ 10-60 കുടുംബങ്ങൾ വെള്ളം കിട്ടിയിട്ട് 4-5 മാസക്കാലത്തോളമായി. ഇന്നലെ തെരഞ്ഞെടുപ്പായിരുന്നു, ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവരെ പ്രതിഷേധം നോണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ മൗലിക അവകാശവും പൗരാവകാശവുമാണ് വോട്ടവകാശം. ആ വോട്ട് പോലും ഇന്നലെ ഒരു പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾ ബഹിഷ്കരിക്കുകയുണ്ടായിരുന്നു. ഒരുപാട് വണ്ടി പോകുന്നിടത്താണ് ഇവിടെ ഒരു അപകടക്കെണിയായിട്ട് ഇത് നിലനിൽക്കുന്നത്. ഇതൊന്നും പരിഹരിക്കാനോ ഇതിനു വേണ്ട നടപടി സ്വീകരിക്കാനോ നമ്മുടെ ഭരണ സംവിധാനത്തിനും കഴിയുന്നില്ല. അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ തമ്പുരാക്കന്മാർ ഇതൊന്ന് വന്ന് നോക്കിയാൽ ഇതിന് പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.